പ്രൊഫഷണൽ ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ കൂടെ ഉള്ളത് ഈ വിറ്റാറിന്റെ ടോപ്പ് എൻഡ് വരുന്നതാണ്. ഈ വെന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓർഡർ പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വിറ്റാറിന്റെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു വാഹനത്തിൽ കാണാത്ത ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ വിറ്റാറയിൽ വരുന്നത്. ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ പ്രീമിയം ലുക്ക് ആയിട്ട് ഈ വിറ്റാറ ഫീൽ ചെയ്യുന്നുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഫ്രണ്ടിൽ നമുക്ക് LED DRLs വരുന്നുണ്ട്. അത് ഇൻഡിക്കേറ്റർ സൈഡ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഇവിടെ LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാണാം, ഹൈ ബീമിലും അഭിമാനത്താനം കാണാം, ഫോഗ് ലൈറ്റ് കാണാം, അത് LED ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ ബ്ലാക്ക് ഫിനിഷിലുള്ള സ്കിപ്പ് ലൈറ്റ് പുറത്തിറക്കുന്ന ഭാഗം കാണാം. 185 mm ആണ് ഈ വിറ്റാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് നമുക്ക് താഴത്ത് സുസുക്കിയുടെ ലോഗോ കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് 360 ക്യാമറ വരുന്നത്. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൻ്റെ ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ് ഈ വിറ്റാറ. കാരണം നമുക്ക് വലിയ ടയറുകളാണ് ഈ വിറ്റാറയിൽ വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 255, 70 or 18 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. 18 ഇഞ്ച് വീൽസ് ആണ്. നമുക്ക് എയറോ ഡൈനാമിക് പോലത്തെ നല്ല വീൽസ് ആണ് വരുന്നത്. നമുക്ക് ക്യാപ്പ് വരുന്നുണ്ട്, അത് ഊരിയിട്ടിരിക്കുകയാണ്. അത് കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ക്യാപ്പ് കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മുടെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ LED ടേൺ ഇൻഡിക്കേറ്റർ സെൻസർ എടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ ലെൻസ് കാണാം. ഇതിൽ റൊക്ക സെൻസർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ കട്ട ഗ്ലാസ്സുകളാണ് വരുന്നത്. റൂഫ് റെൽസ് കാണാം, അത് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സൗണ്ട് റൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആൻഡിനെ കാണാം. ബാക്കത്തെ ഡോർ ഹാൻഡിൽസ് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ വാഹനത്തിൽ കാണാൻ പറ്റുന്ന ഒരു ബാക്ക് ഡിസൈനാണ് ഈ വിറ്റാറയിൽ വരുന്നത്. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പുറത്തുണിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പറും വാസ്റ്റർ D4 ഗ്ലാസ്സുകളാണ്. ഈ വിറ്റാറ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജും കാണാം. കണക്റ്റഡ് ടൈലറ്റൊന്നും ഈ വിറ്റാറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഫ്രണ്ടിൽ കണ്ട രീതിയിലുള്ള ടൈലറ്റ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കാണാം, താഴെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരുന്നു. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറയും കാണാം. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് അടിയിലായിട്ടാണ് വരുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സബ് വൂഫർ കാണാം. നമുക്ക് അതിൻ്റെ അലോയ്സ് കൂടെ വരുന്ന ഒരു വീൽ ക്യാപ്പുകളാണ് വരുന്നത്. നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ബ്ലാക്ക് നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ വീൽ ക്യാപ്പുകൾ വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള വീൽ ക്യാപ്പുകളാണ് വരുന്നത്. ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട്. സ്പെയർ വീലൊന്നും ഈ വിറ്റാറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കാം. ഈ വശങ്ങളായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഇതുവരെ വാഹനത്തിൽ കാണാത്ത ഒരു ഇൻറ്റീരിയർ ആണ് വരുന്നത്. ഡോർ പാഡ് നമുക്ക് ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. ലെതർ ഫിനിഷാണല്ല, ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോളും മിറർ കൺട്രോൾ ആൻഡ് ഫോൾഡർ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിലാണ് വരുന്നത്. ഇൻഫിനിറ്റിയുടെ സ്പീക്കർ കാണാം. പോർട്ടിൽ ഓർഡർ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത്. ലെതറിക് സീറ്റുകളാണ് വരുന്നത്. വശങ്ങളിൽ ഒരു ചെറിയൊരു ഫാബ്രിക് പുറത്തുണിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇത് EV ആയതുകൊണ്ട് ഇൻഡിക്കേറ്റഡ് ഡെപ്പഡിൽ കാണാം. നമുക്ക് ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇനി അകത്തുള്ള ഫീച്ചേഴ്സും ചെക്ക് ചെയ്യാം. ഇൻറ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതുവരെ വാഹനത്തിൽ കാണാത്ത ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളാണ് ഈ വിറ്റാറയിൽ വരുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഡബിൾ ടീ കട്ടുന്ന രീതിയിലാണ് വരുന്നത്. താഴെ സ്ലോട്ട് ടച്ച് കാണാം. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വശത്ത് ക്രൂസ് കൺട്രോളും അഡാസിൻ്റെ കൺട്രോൾസ് വരുന്നത്. അഡാസ് ക്യാമറ അവിടെ മുകളിലായിട്ട് കാണാം. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ടെലസ്കോപ്പിംഗ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസ്, പുറവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, മോട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററിനാണ് വരുന്നത്. സ്പീഡോമീറ്ററും മാപ്പിംഗ് മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ടാണ് വരുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാവശ്യത്തിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. റേഞ്ച്, നമ്മൾ എത്ര കിലോമീറ്റർ ഓടി, എത്ര കിലോമീറ്റർ റേഞ്ച്, പിന്നെ ആഫ്റ്റർ ചാർജിങ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഇതെല്ലാം കാണാത്ത ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ആപ്പിലുള്ള വാൾസായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നമുക്ക് റേഞ്ചിൻ്റെ ഇൻഫർമേഷൻസ്, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻസ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ പ്ലസ് 360 അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ AC വെൻസ് കൊടുത്തിട്ട് നടുക്ക് ഹാസായിട്ടൊന്നും ബട്ടൺ കാണാം.
ഏസിലെ കൺട്രോൾസ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇവിടേക്ക് ഉണ്ടെങ്കിൽ 12 ബട്ടൺ നമുക്ക് ഇവിടെ എല്ലാം ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. 12 ബട്ടൺ ചാർജിങ് പോർട്ട്, USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഡ്രൈവ് സെലക്ട് കാണാം. നമുക്ക് പാർക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അങ്ങനെ അത്യാവശ്യം ഡ്രൈവ് സെലക്ട് കാര്യങ്ങളാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓട്ടോ ഹോൾഡ് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. നല്ല വീതിയുള്ള വലിപ്പമുള്ള സെൻറ്റർ ആംറസ്റ്റ് ആണ് വരുന്നത്. അതിൻ്റെ അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് റൂഫ് വരുന്നത്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സൂപ്പറിൻ്റെ ഗ്രാബ് ഹാൻഡിൽസ്, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത്. ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഓട്ടോ ഡിമ്മിങ്ങളായ IRVMs, നമുക്ക് ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങളാണ് വരുന്നത്. റീഡിംഗ് ലൈറ്റുകളെല്ലാം LED ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് സൺ റൂഫ് കാണാം. ഒരു ഗ്ലാസ് റൂഫാണ് വരുന്നത്. നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലോ ബോക്സ് നമുക്ക് ഡീസൻറ്റ് സാറ്റർഡേ കൊടുത്തിരുന്നു. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യയുടെ ലുക്ക്. ഇതിൻ്റെ ബാക്ക് എത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ബാക്ക് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേറെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് നമുക്ക് ഡ്യുവൽ ടോൺ കളർ കൊടുത്തിരുന്നു. സോഫ്റ്റ് ടച്ച് കാണാം. പൗണ്ടർ കൺട്രോൾ. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓഡ്സ്. ബാക്കിലേക്ക് AC വെൻസി അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ്. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് ഫുള്ളി ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് ഐസോഫിക് സ്റ്റൈൽ സെറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിന് പോലും ഏകദേശം ഒരു 10 cm ഹെഡ് റൂം ബാലൻസ് കാണാം. സൺ റൂഫില്ലെങ്കിൽ സിംഗിൾ പെയിനാണ്. ഹെഡ് റൂമിൻ്റെ കൺസേൺസ് വരുന്നില്ല. വളരെ വൈഡുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിലേക്ക് സെൻറ്റർ മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം. അത് LED ആയിട്ടാണ് വരുന്നത്. 2 വശത്തും സ്പ്രിൻറ്റ് ഗ്രാബ് ഹാൻഡിൽസും ബാക്കിലേക്ക് പാസറ്റർ വരുന്നുണ്ട്. ഈ വിറ്റാറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ഹെഡ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ, നമുക്ക് മഡാസിൻ്റെ ഫീച്ചേഴ്സും പിന്നെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ്, ഹിൽ ഹോൾഡും അങ്ങനെ അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സിനകത്ത് മാരുതി ഈ വിറ്റാറയിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിറ്റാറയിൽ 51.4 കിലോവാട്ടാണ് ബാറ്ററി പാക്ക് വരുന്നത്. നമുക്ക് 136 HP ആണ് പവർ. 220 HP ആണ് ടോർക്ക് വരുന്നത്. എൻ്റെ ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് വരുന്നത്. ഇനി നമ്മുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിറ്റാറിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈവേയിലേക്ക് പോകുമ്പോൾ നമുക്ക് പെർഫോമൻസ് കാര്യങ്ങൾ സിമിലറായിട്ട് ചാർജ് കുറവാണ്. അങ്ങനെ റേഞ്ച് കുറവും അങ്ങനെ അത്യാവശ്യം എല്ലാ പെർഫോമൻസ് ഫീച്ചേഴ്സും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്പറിലെ ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഇൻഫർമേഷൻസിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ നമുക്ക് ബൈ ബൈ.